കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള ഹാജിമാർക്ക് കടുത്ത സാമ്പത്തിക ചൂഷണം നേരിടേണ്ടി വരുന്നതായി EPCCJ ഹജ്ജ് കോർ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. കരിപ്പൂർ എംബാർക്കേഷൻ പോയിന്റിൽ അധിക തുകയാണ് ഈടാക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തെ മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റുകളായ കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഈടാക്കുന്നതിനേക്കാൾ കൂടുതൽ തുകയാണ് കരിപ്പൂർ വഴിയുള്ള ഹാജിമാരിൽ നിന്നും ഈടാക്കുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. വിഷയത്തിൽ കോടതി ഇടപെട്ടെങ്കിലും എയർപോർട്ട് അധികൃതർ കൃത്യമായ നടപടി കൈക്കൊണ്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തെ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമുള്ള ചാർജ് ഏകീകരിക്കുകയോ തീർത്ഥാടകരെ അവരുടെ സെക്കൻഡ് ഓപ്ഷനിലേക്ക് മാറാൻ അനുവദിക്കുകയോ ചെയ്യണമെന്നും അത് രണ്ടും സാധ്യമല്ലെങ്കിൽ ആവശ്യമുള്ളവരെ മുഴുവൻ കണ്ണൂരിലേക്ക് മാറ്റണമെന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു. ജിദ്ദയിലേക്കുള്ള യാത്രയിൽ സംസ്ഥാനത്തെ മറ്റ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് 47 കിലോ ലഗേജ് അനുവദിച്ചിരുന്നു. എന്നാൽ കരിപ്പൂരിൽ നിന്ന് 37 കിലോ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂവെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു. ഹജ്ജ് തീർത്ഥാടനം കാലിക്കറ്റ് എംബാർക്കേഷൻ പോയിന്റ് നിലനിർത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന സാമ്പത്തിക ചൂഷണത്തിന് വിരാമം ഉണ്ടാവണമെന്ന് മുസ്ലിം സമുദായത്തിൽ എല്ലാവർക്കുമുള്ള അവരുടെ ആത്മീയ ഒരു അഭിലാഷമാണ് ഹജ്ജ് നിർവഹിക്കുക. പലരും അതിനു വേണ്ടി കാലം കൂട്ടി സ്വരൂപിച്ച തുകകൾ ശേഖരിച്ചുകൊണ്ടാണ് ഹജ്ജ് യാത്രക്ക് ഒരുങ്ങുന്നത്. ആ സമയത്ത് കാലിക്കറ്റ് വഴി പോകുന്ന ആളുകളിൽ ഭീമമായ തുകയാണ് യാതൊരു ന്യായീകരണവുമില്ലാതെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ അത് പ്രകടമായിട്ടുണ്ട്. കേരളത്തില് 3 എംബാർക്കേഷൻ പോയിന്റുകളുണ്ട്: കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഈടാക്കുന്നതിനേക്കാൾ 40,000 മുതൽ 43,000 രൂപ വരെ അധികമാണ് കാലിക്കറ്റിൽ നിന്ന് ഈടാക്കുന്നത്. ഇതിന് യാതൊരു ന്യായീകരണവും കാണാൻ. ഈ വർഷത്തെ ഹാജിമാരായ ഞങ്ങൾ ഈ ഡിസ്പാരിറ്റി പുറത്തു വന്ന ഉടനെ സംഘടിക്കുകയും ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പല അധികാര കേന്ദ്രങ്ങളിലും ഞങ്ങൾ കയറി ഇറങ്ങി നിവേദനങ്ങൾ സമർപ്പിച്ചു. പരിഹാരമില്ലാതെ വന്നപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ നിന്ന് ആദ്യത്തെ വിധി കിട്ടിയത് ഇങ്ങനെ ഈ അമിത ചാർജ് ഈടാക്കാനുള്ള ഒരു കാരണം അറിയാൻ തീർത്ഥാടകർക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് ഒരാഴ്ചക്കകം അതിന്റെ കാരണങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 1ാമത്തെ കേസ് തീർപ്പ് കൽപ്പിച്ചത്. അതിന്റെ ശേഷം ഒരു 516 ആളുകളെ കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് ചെറിയൊരു ആശ്വാസം കിട്ടിയത്. പക്ഷേ ഡിസ്പാരിറ്റികളുടെ കാരണം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ആ കാര്യം ചൂണ്ടിക്കാട്ടി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. ഞങ്ങൾ 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. സമാന ദൂരമുള്ള കേരളത്തിലെ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമുള്ള ചാർജുകൾ ഏകീകരിക്കണം. അതല്ലെങ്കിൽ ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ 2 എംബാർക്കേഷൻ പോയിന്റ് തെരഞ്ഞെടുക്കാനുള്ള ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 1ാമതായി കാലിക്കറ്റ് കൊടുത്തു, 2ാമതായി പലരും കൊച്ചി കൊടുത്തിട്ടുണ്ട്, കണ്ണൂർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപേക്ഷ കൊടുക്കുന്ന സമയത്തെ 2ാമത്തെ ഓപ്ഷനിലേക്ക് മാറാനുള്ള അവസരം നൽകണം. ഇതാണ് ഞങ്ങൾ 2ാമത് ഉന്നയിച്ചത്. ഇത് രണ്ടും നടക്കില്ലെങ്കിൽ കാലിക്കറ്റിലുള്ള ആവശ്യപ്പെടുന്ന മുഴുവൻ തീർത്ഥാടകരെയും കണ്ണൂരിലേക്ക് മാറ്റണം. അങ്ങനെ പറയാൻ കാരണം കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ട് നിന്നും ഹാജിമാരെ കൊണ്ടുപോകുന്നത് എയർ ഇന്ത്യ ആക്ടീവ്സ് ആയിരുന്നു. 2ഇടത്തും ലേലം വിളിച്ചെടുത്തത് അവരാണ്. അപ്പോൾ അതിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ഇടയില്ല. ഈ ആവശ്യം അംഗീകരിക്കാൻ യാതൊരു തടസ്സം ഉണ്ടായിരുന്നു. ഇത് കോടതിയുടെ മുമ്പാകെ ബോധിപ്പിച്ചു. കോടതി പറഞ്ഞത് ഈ ആവശ്യം നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്ന്. വീണ്ടും ഞങ്ങൾ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തു. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഉടനടി 3ാം ഗഡു ഈടാക്കിക്കൊണ്ട് നടപടികൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഒരു കോടതിയെ സമീപിക്കാനുള്ള ചാൻസ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. വരുന്ന തീർത്ഥാടകർക്ക് ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്ന ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കണം. അധികൃതർ കണ്ണു തുറന്നിട്ട് ഈ ചൂഷണം അവസാനിപ്പിക്കണം. അബ്ദുൽ സലാം ദാരിമി കരുവാരക്കുണ്ട്, കാളാക്കൽ മുഹമ്മദ്, അബ്ദുൽ മജീദ്, കെ അയ്യൂബ്, അബ്ദുൽ ജലീൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. For more details, contact 9847025925.